ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അർഷദാണ്. ഞാനിതാ ഇവിടെ അയർലൻഡ് നമ്മളെ കൗണ്ടി കിൽഡെയർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ അയർലൻഡിലേക്ക് പഠിക്കാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇങ്ങനെ അപ്ഡേറ്റ്സ് എനിക്ക് തരാൻ കിട്ടും. ഇപ്പോൾ ഇതാ സെപ്റ്റംബർ കഴിഞ്ഞു. ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് വന്നു, ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു. കുറേ ആൾക്കാർ അക്കോമഡേഷന് വേണ്ടിയിട്ട് വിളിക്കും, ജോലിക്ക് വേണ്ടി വിളിക്കും. ആ ഒരു ടൈം ഇങ്ങനെ കഴിഞ്ഞ് ഇതാ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ പുതിയ എന്താ പറയുക അടുത്ത ജനുവരി ഇൻടേക്ക് ഇങ്ങനെ ആ ഒരു സ്റ്റഡീസിൻ്റെ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇപ്പം അയർലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വർഷമായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ UK, കാനഡ എന്നുള്ളതിനൊക്കെ ആളുകൾ മാറി ചിന്തിച്ചിട്ട് ഇപ്പോൾ അയർലൻഡ് മെയിനായിട്ടുള്ള ഒരു സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഓരോ വർഷവും ഇവിടെ അതേപോലെ എന്താ പറയുക ആളുകൾ വരുന്നതനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്താ പറയുക, ഇവിടുത്തെ നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, വിസ റൂൾസിന് മാറ്റം വരുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടുത്തെ എന്താ പറയുക നമുക്ക് മിനിമം വേജസ് പെർ ഹവർ ഇപ്പം കഴിഞ്ഞ വർഷം അത് €11.30 ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് അത് €12.70. അപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ അത് €13.50 ആയി മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയുക മൊത്തത്തിൽ എക്കോണമി, ഐറിഷ് എക്കോണമി ഗ്രോയിങ് ആണെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് പുതിയ കമ്പനീസ് വരുന്നു, ഒരുപാട് ആളുകൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ട് എന്താ പറയുക കൺട്രി ഭയങ്കര ഗ്രോയിങ്, ആളുകൾ ഒരുപാട് വരുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിന് കൺട്രി ചൂസ് ചെയ്യുമ്പം മെയിനായിട്ട് ഫസ്റ്റ് എല്ലാവരും നോക്കുന്നതാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യുന്നതാണ് UK, കാനഡ, ഓസ്ട്രേലിയ അല്ലെങ്കിൽ USA, അങ്ങനത്തെ ഓരോ രാജ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ മാറി ഒരുപാട് ആളുകൾ അയർലൻഡ്, ഇപ്പോൾ UKനേക്കാളും കൂടുതൽ അയർലൻഡ് പ്രിഫർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ കാനഡനേക്കാളും കൂടുതൽ അയർലൻഡ് പ്രിഫർ ചെയ്യുന്നവർ, ആ രീതിക്ക് ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. അപ്പം നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്. കാരണം ഇവിടെ കുറേ ആൾക്കാർ വരുന്നു, പഠിക്കുന്നു, കുറേ ക്യാഷുകൾ വരുന്നു. അപ്പം എന്തുകൊണ്ട് ഇതേപോലെ തന്നെ ഇപ്പം കുറേ അപ്ലിക്കേഷൻ വരുന്നതുകൊണ്ടാണ് തോന്നുന്നത് കുറേ വിസ റിജക്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം എന്താ പറയുക കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്യലുണ്ട് വിസ റിജക്റ്റ് ആയിട്ട് അപ്പീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക വിസ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്താ പറയുക അതിങ്ങനെ ഗവൺമെൻറ് എനിക്ക് തോന്നുന്ന ഈ വിസയുടെ കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവരിക തോന്നുന്നു. കാരണം എല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നോക്കുന്ന രീതി. അയർലൻഡ് വിസ എന്നുള്ളത് ഇപ്പം ഒരു 3-4 വർഷം മുമ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഒരു 2 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അയർലൻഡ് വിസ ചെയ്യുന്ന ഏജൻസികളൊന്നും നാട്ടിൽ ഇല്ലായിരുന്നു. കാരണം വളരെ കുറവായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിറ്റുവേഷൻ മൊത്തത്തിൽ മാറി. അപ്പോൾ എല്ലാവരും അയർലൻഡ് വിസ ചെയ്യുന്നവരുണ്ട്, നല്ലപോലെ ചെയ്യാൻ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, എല്ലാ ടൈപ്പുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് വിസ എന്നുള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് വണ്ണ് കിട്ടാനുള്ളതിൽ ഏറ്റവും ടഫസ്റ്റ് വണ്ണ് അയർലൻഡ് സ്റ്റുഡൻറ്റ് വിസ. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കൺസൾട്ടൻസി ആണെന്നുണ്ടെങ്കിലും നല്ല എന്താ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഏജൻസി ചൂസ് ചെയ്യാം. എന്നിട്ടൊക്കെ വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. നാട്ടിൽ ഇനി ഏത് ജില്ലയിലായിക്കോട്ടെ, ഇനി ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഇനി വേറെ ഏത് രാജ്യത്തായിക്കോട്ടെ, നിങ്ങളിപ്പോൾ UAE-ലാണോ അല്ലെങ്കിൽ ഖത്തറിലാണോ, സൗദി അറേബ്യയിലാണോ, ഇന്ത്യയിലാണോ, പാകിസ്ഥാനിലാണോ, ശ്രീലങ്കയിലാണോ, നിങ്ങൾ എവിടെ ആണെങ്കിലും ഒരുപാട് നല്ല ഏജൻസികളുണ്ട്. നിങ്ങൾ എന്തിനെ റീച്ച് ഔട്ട് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, നല്ല ഏജൻസികൾക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പുതിയ വന്നൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിലൊക്കെ വന്ന ചേഞ്ചസ് ആണ് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം. ഇപ്പം അതിലൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പറയുന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ പഠിക്കാൻ വന്നവരുടെ ഒരു അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് ഇപ്പം വരുന്നതിൽ മെജോറിറ്റി ഒരു 60 അല്ലെങ്കിൽ ഒരു 70% ആൾക്കാരുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ അയർലൻഡിൽ നല്ലൊരു ജോലി കണ്ടെത്തിയിട്ട് അയർലൻഡിൽ സെറ്റിൽ ആവാന്നുള്ളതാണ്. അപ്പോൾ ഇനി എല്ലാത്തവരും ഉണ്ട്. ചിലരോടെ വന്ന് പഠിച്ചിട്ട് തിരിച്ച് നാട്ടിൽ പോയിട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളവരുണ്ട്, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഫാമിലി ബിസിനസ്, അല്ലെങ്കിൽ വേറെ കുറേ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പഠിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ഞാൻ മെജോറിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ജോലി കിട്ടണം അല്ലെങ്കിൽ ജോലി സെറ്റ് ആവണം എന്നുള്ള ഇൻട്രസ്റ്റ് വരുന്ന ആളുകളാണ് ഒരുപാട് ആൾക്കാരുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 2 വർക്ക് പെർമിറ്റാണ്, ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും ക്രിട്ടിക്കൽ സ്കിൽസ് എംപ്ലോയ്മെൻറ്റ് പെർമിറ്റും. അപ്പം ഇതിലും ഒരുപാട് കാറ്റഗറീസ്, ഒരുപാട് റോൾസ് വരുന്നുണ്ട്, ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ റീസെൻ്റായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ റൂളാണ് എന്താ പറയുക അങ്ങനെ വർക്ക് പെർമിറ്റിന് സാലറി ഇൻക്രീസ് ചെയ്യുന്ന രീതി. അതായത് ഇപ്പം മുമ്പ് ആനുവൽ സാലറി €32,000 ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നേരെ മാറി 34,000 ആയി, പിന്നെ അത് 38 ആയി, ഇനി അത് 44 ആവാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക
ഇപ്പം നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ എല്ലാ റോളിലും എല്ലാ സ്ട്രീമിലും നമുക്ക് പഠിക്കാൻ വരാൻ പറ്റും ഇവിടെ. ഇപ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കോഴ്സസും അവൈലബിളാണ്. ഇപ്പോൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നവർക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഹയർ സ്റ്റഡീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം അയർലൻഡ് പൊതുവെ എല്ലാവരും പറയും IT ഹബ്ബാണ്, ഒരുപാട് IT ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. സംഭവം ശരിയാണ്. അതേപോലെ തന്നെ എല്ലാ ഫീൽഡിലും പഠിക്കാനും പറ്റും. എല്ലാ ഫീൽഡിലും ജോലിയും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ജോലി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഫ്രഷേഴ്സിനേക്കാളും. അതൊരു കോമൺ ഫാക്റ്റാണ് ഇനി ലോകത്ത് എവിടെ പോയാലും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം അയർലൻഡിൽ ഇപ്പോൾ ഫ്രഷേഴ്സിന് ജോലി കിട്ടുന്നത് പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ജോലി കിട്ടിയൊരു വർക്ക് പെർമിറ്റ് വർക്ക് വിസയിലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ ആ സാലറി മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഇപ്പം ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് എപ്പോഴും ജോലി പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസസ്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ അയർലൻഡിൽ പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞോ അല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരാതെ ഒരു 1 ഇയറോ 2 ഇയറോ ഒക്കെ എക്സ്പീരിയൻസ് ആയിട്ട് അയർലൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ പോകുന്ന പ്രൊഫഷനിൽ ഒന്നുകൂടെ പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. ഏറ്റവും ബെറ്റർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അയർലൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ എളുപ്പം എന്നല്ല, കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കുറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കണ്ടെത്താനും കാര്യങ്ങളൊന്നും ഈസി ആവുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കോഴ്സ് അത് ഞാൻ ഒരുപാട് ആളോട് ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരിക്കലും ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ആ കോഴ്സ് എടുക്കുന്നത്, ഞാൻ അതുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടൻസി പറഞ്ഞു ആ കോഴ്സാണ് നല്ലത്, അങ്ങനെ ആരെങ്കിലും എല്ലാവരും പറഞ്ഞ് കേൾക്കണം. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു റിസർച്ച് നടത്തണം. നമ്മൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്താവാൻ പറ്റും നമ്മൾ ആദ്യം മുൻകണ്ട് നമ്മൾ ഇപ്പം അയർലൻഡിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു റിസർച്ച് നടത്തുക. ഓക്കെ, അയർലൻഡിൽ ഈ കോഴ്സ് ഈ ജോബ്സിനൊക്കെ എങ്ങനെയുണ്ട് ജോബ് മാർക്കറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ഇപ്പം ലിങ്ക്ഡിനിലും ഇൻഡീഡിലും ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ജോലികളും അതിൻ്റെ സാലറി വരുന്നത് അങ്ങനത്തെ ഓപ്പണിങ്സ് എല്ലാം കാണാൻ പറ്റും. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ റെഫർ ചെയ്തിട്ട് നല്ല കോഴ്സ്, അതേപോലെ ക്രിട്ടിക്കൽ സ്കിൽസിനെ ലിസ്റ്റ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഏരിയാസൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്ക്, അതായത് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ നമ്മളെ പ്രീവിയസ് എഡ്യൂക്കേഷനിൽ എന്താണോ മാർക്ക് അതിപ്പോൾ ഒരു ഭയങ്കര ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 50%-ലും 45%-ലൊക്കെ വിസ കിട്ടിയ ആളുകൾ ഞാൻ അറിയും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 55%-ലും 58%-ലൊക്കെ മാർക്കില്ല എന്ന് പറഞ്ഞിട്ട് വിസ റിജക്റ്റ് ആയ ഒരുപാട് ആളുകൾ ഞാൻ അറിയും. ഏറ്റവും നല്ലത് അപ്പം നമ്മളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പം നമുക്കത് ബാക്കപ്പ് ചെയ്യുന്ന ഫീൽഡിൽ നല്ല നല്ല മാർക്ക് ഉണ്ടോ നോക്കുക. പ്രീവിയസ് എഡ്യൂക്കേഷനിൽ ആ ഒരു ഫീൽഡിൽ അറ്റ്ലീസ്റ്റ് ഒരു 60 ഒക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റിയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ എടുക്കുന്നത് തന്നെ. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, വിസ ഭയങ്കര റിസ്ക്കി ആയിട്ട് മാറിയതുകൊണ്ടാണ്. പിന്നെ പാർട്ട് ടൈം ജോബിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആണ് അയർലൻഡിൽ. പക്ഷേ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കൂട്ടുകാരുണ്ട് 2 വർഷം 3 വർഷം മുമ്പൊക്കെ അല്ലേ ഞാൻ ഇവിടെ ഉണ്ട്. അപ്പോഴൊക്കെ എന്നെ വിളിച്ചു നോക്കിയായിരുന്നു, ചെക്കന്മാർ പുതിയ ആരെങ്കിലും പഠിക്കാൻ വന്ന് ആരെയും പാർട്ട് ടൈം ജോലി നോക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ജോലിക്ക് ആളില്ലാത്ത. അപ്പോൾ അത് നേരെ മാറി, എല്ലാവരും ജോലി തെപ്പുന്നൊരു സിറ്റുവേഷനായി. അതായത് ബുദ്ധിമുട്ട് എന്നല്ല, എളുപ്പമല്ലാണ്ടായി കാര്യങ്ങൾ. നല്ലപോലെ വർക്ക് ചെയ്ത് എല്ലായിടത്തും CV ഉണ്ട് എടുത്തിട്ട് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു എപ്പോഴും ഒരു 2-3 മന്ത്സിൻ്റെ മാക്സിമം ഒരു 3 മന്ത്സിൻ്റെ ഒരു ബാക്കപ്പ് കരുതിയിട്ട് എപ്പോഴും വരിക. കാരണം നമ്മൾ പാർട്ട് ടൈം ജോലി ആവാനും സെറ്റിൽ ആവാനുള്ള സമയം ആ ഒരു 3 മന്ത്സായിട്ട് എപ്പോഴും കാണണം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. അയർലൻഡിലേക്ക് വരുന്ന അഡ്മിഷൻ്റെ അങ്ങനെ എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജിന് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെ എന്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്, അതേപോലെ എന്തെല്ലാം കോഴ്സുകൾ എടുക്കാൻ പറ്റും, അതൊക്കെ യൂണിവേഴ്സിറ്റി ഉണ്ട്, എന്നൊരു കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.